പാറ്റ സമരം അവസാനിപ്പിക്കുമ്പോൾ സമരസമിതി ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിബന്ധന ഇതായിരുന്നു: സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കോ നേതാക്കൾക്കോ എതിരെ കേസെടുക്കരുത്, നിലവിലുള്ള കേസുകൾ പിൻവലിക്കണം. സർക്കാർ ഈ ആവശ്യം അംഗീകരിച്ചു എന്നായിരുന്നു സമരക്കാരുടെ അവകാശവാദം. എന്നാൽ സമരം അവസാനിപ്പിച്ച ആളുകൾ പിരിഞ്ഞു പോയതിനു തൊട്ടു പിന്നാലെ ചിത്രമാകെ മാറി. ഡൽഹി പോലീസ്, ഉത്തർപ്രദേശ് പോലീസ്, അസം പോലീസ് തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിലെ ക്രമസമാധാന പാലകർ അക്രമ സംഭവങ്ങളിൽ പങ്കാളികളായവർക്കെതിരെ ശക്തമായ FIRകൾ രജിസ്റ്റർ ചെയ്യാനും അവരെ കണ്ടെത്തി ചോദ്യം ചെയ്യാനുമുള്ള നടപടികൾ വേഗത്തിലാക്കിയിരിക്കുകയാണ്. ഇതോടെയാണ് സമര നേതാക്കൾ ഇപ്പോൾ രോഷാകുലരായിരിക്കുന്നത്. ഭരണകൂടം തങ്ങളെ വഞ്ചിച്ചു, നൽകിയ വാക്ക് പാലിച്ചില്ല, സമാധാനപരമായി സമരം ചെയ്തവരെ വീടുകൾ കയറി പോലീസ് വേട്ടയാടുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളുമായി അവർ വാർത്താ സമ്മേളനങ്ങൾ നടത്തുകയും പുതിയ പ്രക്ഷോഭ മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 പ്രകാരം ഓരോ പൗരനും ആയുധങ്ങളില്ലാതെ സമാധാനപരമായി ഒത്തുകൂടാനും പ്രതിഷേധിക്കാനുമുള്ള മൗലിക അവകാശം ഇവിടെ നൽകുന്നുണ്ട്. അത് ജനാധിപത്യത്തിന്റെ ജീവവായുവാണ്. ഭരണകൂടത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ശബ്ദമുയർത്താനും ചോദ്യങ്ങൾ ചോദിക്കാനും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും പൂർണ്ണ അവകാശം ഇവിടെയുണ്ട്. എന്നാൽ സമാധാനപരമായ ആ അവകാശം അക്രമത്തിനുള്ള ലൈസൻസായി മാറുന്നിടത്താണ് നിയമം ഇടപെടുന്നത്. ജന്തർ മന്ദറിലും ഡൽഹിയുടെ തെരുവുകളിലും നടന്ന സമരങ്ങളിൽ നമ്മൾ കണ്ട ചില ദൃശ്യങ്ങൾ കേവലം ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെത് മാത്രമായിരുന്നു. ഒന്നാമത്, പൊതുമുതൽ നശിപ്പിക്കൽ. എല്ലാവരുടെയും ആശങ്കയായിരുന്നു പൊതുമുതൽ നശിപ്പിച്ചതിനെതിരെ നടപടിയെടുക്കുമോ എന്നത്. സർക്കാരിന്റെയും പോലീസിന്റെയും വാഹനങ്ങൾ തകർത്ത് പൊതുസ്വത്തുക്കൾക്ക് നാശനഷ്ടം ഉണ്ടാക്കി. പൊതുമുതൽ നശിപ്പിക്കൽ തടയൽ നിയമം PDPP ആക്ട് അനുസരിച്ച് ഇത് ജാമ്യമില്ലാത്ത ഗുരുതരമായ കുറ്റമാണ്. അതുപോലെ മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ നടന്നു. സംഭവ സ്ഥലത്ത് റിപ്പോർട്ടിങ്ങിനായി എത്തിയ വനിതാ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരോട് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധവും അശ്ലീലവുമായ രീതിയിൽ പെരുമാറുക, ജോലി തടസ്സപ്പെടുത്തുക, തെരുവിൽ വസ്ത്രം ഉരിഞ്ഞ് കാണിക്കുക തുടങ്ങിയ കേട്ടുകേൾവിയില്ലാത്ത വൈകൃതങ്ങളാണ് ചിലർ കാട്ടിക്കൂട്ടിയത്. തീർന്നില്ല. ജനാധിപത്യപരമായ വിമർശനങ്ങൾക്കപ്പുറം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെയും ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരെയും പരസ്യമായ അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തുകയും വർഗീയ സാമുദായിക ലഹളകൾക്ക് ആഹ്വാനം നൽകുന്ന രീതിയിൽ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തു. ഇത്തരം അക്രമങ്ങളിൽ ഒത്തുതീർപ്പ് കരാറിന്റെ മറവിൽ രക്ഷപ്പെടണം എന്ന് പറയുന്നത് ഏത് ജനാധിപത്യ വ്യവസ്ഥിതിയിലാണ് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുക? സമാധാനപരമായി മുദ്രാവാക്യം വിളിച്ച വിദ്യാർത്ഥികളെയും പോലീസ് വാഹനം കത്തിക്കാൻ ശ്രമിച്ച കുറ്റവാളിയെയും ഒരേ തട്ടിൽ അളക്കാൻ സാധിക്കുമോ? വിദ്യാർത്ഥികൾ തന്നെ പറയട്ടെ. ഈ സമരത്തിന്റെ നേതാക്കളിൽ ഒരാളായ അഭിജിത്ത് തന്നെ പിന്നീട് സമ്മതിച്ചൊരു സുപ്രധാന കാര്യമുണ്ട്: ഞങ്ങളുടെ സമാധാനപരമായ സമരത്തിലേക്ക് അക്രമകാരികളും പുറത്തു നിന്നുള്ള ചില ശക്തികളും കടന്നു കയറിയിട്ടുണ്ട് എന്ന്. ഇതാണ് ഏറ്റവും ഗൗരവമേറിയ വിഷയം. ഇന്ത്യയിൽ പലപ്പോഴും വിദ്യാർത്ഥികളുടെയോ കർഷകരുടെയോ ന്യായമായ ആവശ്യങ്ങൾ മുൻനിർത്തി ആരംഭിക്കുന്ന സമരങ്ങളുടെ മറവിൽ രാജ്യത്ത് അരാജകത്വവും കലാപവും സൃഷ്ടിക്കാൻ കാത്തിരിക്കുന്ന തീവ്രവാദ അട്ടിമറി ശക്തികൾ നുഴഞ്ഞു കയറാറുണ്ട്. ഒരു വശത്ത് രാജ്യത്തെ ഭാവി തലമുറയുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള ന്യായമായ സമരങ്ങൾ നടക്കുമ്പോൾ, മറുവശത്ത് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികൾ ഇതിലേക്ക് പണമൊഴുക്കുകയും അക്രമങ്ങൾക്ക് ആസൂത്രണം നൽകുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഉത്തരവാദിത്തമുള്ള ഭരണകൂടത്തിനും പോലീസിനും ഒത്തുതീർപ്പായി എന്ന് പറഞ്ഞ് കണ്ണടച്ചിരിക്കാൻ സാധിക്കുമോ? ഇല്ല. കാരണം ഇന്ന് ഈ അക്രമികളെ വെറുതെ വിട്ടുകഴിഞ്ഞാൽ നാളെ മറ്റൊരാവശ്യത്തിന്റെ പേരിൽ അവർ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയെ വീണ്ടും നിശ്ചലമാക്കുകയും രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുകയും ചെയ്യും. ചിലപ്പോൾ ഒരുപക്ഷെ അതിനപ്പുറം ചെയ്തേക്കാം. സമാധാനപരമായി സമരം ചെയ്ത യഥാർത്ഥ വിദ്യാർത്ഥികളെ ആരും ഇവിടെ ഉപദ്രവിക്കുന്നില്ല. എന്നാൽ വിദ്യാർത്ഥി വേഷമണിഞ്ഞ് അക്രമം അഴിച്ചുവിട്ട പഴുതാരകളെയും അട്ടിമറിക്കാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതം തന്നെയാണ്. ഈ വിവാദങ്ങളിലുടനീളം ഉയർന്നു കേട്ട മറ്റൊരു വാദമാണ് ഇത് ജെൻസി യുവാക്കളുടെ സമരമാണ്. അതിനാൽ ഭരണകൂടം ഇവരോട് മൃദു സമീപനം സ്വീകരിക്കണം എന്നത്. എന്താണ് ഈ ജെൻസി അല്ലെങ്കിൽ യുവാക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏകദേശം 18 മുതൽ 28 വയസ്സ് വരെയുള്ള പ്രായപരിധിയിലുള്ളവരെയോ ആണ് നമ്മൾ പൊതുവെ ഈ ഗണത്തിൽ പെടുത്തുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ലളിതമായ ചോദ്യമുണ്ട്. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഒരു കുറ്റവാളിയുടെ പ്രായം 19 വയസ്സായാലും 50 വയസ്സായാലും കുറ്റകൃത്യത്തിന്റെ ഗൗരവം മാറുമോ? നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഗുരുതരമായ പല കുറ്റകൃത്യങ്ങളിലും, അത് സൈബർ ക്രൈം ആവട്ടെ, ഗുണ്ടാക്രമണങ്ങളാകട്ടെ, മോഷണമോ ബലാത്സംഗമോ എന്തോ ആവട്ടെ, പങ്കാളികളാകുന്ന വലിയൊരു ശതമാനം ആളുകളും ഈ പറയുന്ന 18 തൊട്ട് 28 പ്രായപരിധിയിലുള്ളവരാണ്. 18 വയസ്സ് തികഞ്ഞ ഏതൊരു പൗരനും ഈ രാജ്യത്ത് വോട്ടവകാശമുണ്ട്. രാജ്യത്തിന്റെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള പക്വതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതേ 18 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി ആ കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ നിയമപരമായ പ്രത്യാഘാതം അനുഭവിക്കാനുള്ള ഉത്തരവാദിത്വവും അവനുണ്ട്. ഭരണഘടനയുടെ അനുച്ഛേദം 14 ഉറപ്പു നൽകുന്നത് നിയമത്തിന് മുന്നിലെ സമത്വമാണ്, ഇക്വാലിറ്റി ബിഫോർ ലോ.
നിയമത്തിന് മുന്നിൽ വിദ്യാർത്ഥിയെന്നോ ജൻസിയെന്നോ മുതിർന്ന പൗരനെന്നോ വ്യത്യാസമില്ല. തെറ്റാര് ചെയ്താലും തെറ്റ് തന്നെയാണ്. യുവാക്കൾ എല്ലാവരും കുറ്റവാളികളാണെന്ന് ആരും പറഞ്ഞില്ല. രാജ്യത്തെ നയിക്കേണ്ട വലിയൊരു വിഭാഗം യുവാക്കൾ നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുമ്പോൾ അതിനിടയിൽ ജെൻസി എന്ന ലേബൽ ഒട്ടിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന തലതെറിച്ച ചെറിയൊരു വിഭാഗമുണ്ട്. ആ ക്രിമിനലുകളെ കൃത്യമായി തിരിച്ചറിയുക തന്നെ വേണം. ഇന്ന് പഴയതുപോലെയല്ല കാര്യങ്ങൾ. തെരുവിൽ വന്ന് അക്രമം കാട്ടിയിട്ട് ആൾക്കൂട്ടത്തിൽ മറിയാമെന്ന് കരുതുന്നവർക്കെല്ലാം തെറ്റി. ഇന്ന് ഡൽഹി പോലീസിന്റെ കയ്യിലും കേന്ദ്ര ഏജൻസികളുടെ കയ്യിലും അത്യാധുനിക സാങ്കേതിക വിദ്യകളുണ്ട്. AI ഫേഷ്യൽ റെക്കഗ്നീഷൻ ഒക്കെ എല്ലാം ഈ സമരസ്ഥലത്ത് സ്ഥാപിച്ചിരുന്ന നൂറുകണക്കിന് CCTV ക്യാമറകൾ, മാധ്യമങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ, സോഷ്യൽ മീഡിയ തത്സമയ സംപ്രേഷണങ്ങൾ എന്നിവ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വിശകലനം ചെയ്യുകയാണ് പോലീസ്. അതുപോലെ ഡിജിറ്റൽ ഫുട് പ്രിന്റുകൾ. സമരത്തിന്റെ മറവിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെയും ടെലിഗ്രാമിലൂടെയും അക്രമങ്ങൾക്കും കലാപങ്ങൾക്കും ആസൂത്രണം നടത്തിയത് ആരാണ്, സാമ്പത്തിക സഹായങ്ങൾ എവിടെ നിന്നൊക്കെ വന്നു എന്നതുപോലെയുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. തീർന്നിട്ടില്ല. അക്രമങ്ങൾ നടന്ന നിർണായക സമയങ്ങളിൽ ഏതൊക്കെ നമ്പറുകളാണ് ആ പ്രദേശത്ത് സജീവമായിരുന്നത് എന്ന് കണ്ടെത്തിയാണ് പോലീസ് ഓരോരുത്തരെയായി കസ്റ്റഡിയിൽ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കേവലം സംശയത്തിന്റെ പേരിൽ നിരപരാധികളെ അറസ്റ്റ് ചെയ്യുകയല്ല പോലീസ് ചെയ്യുന്നത്. മറിച്ച് അക്രമങ്ങളിൽ നേരിട്ട് പങ്കാളികളായവർക്കെതിരെ വ്യക്തമായ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്. സമാധാനപരമായ സമരസ്ഥലത്ത് നിന്ന് മുദ്രാവാക്യം വിളിച്ചൊരു സാധാരണ വിദ്യാർത്ഥിക്കും ഇതിൽ ഭയക്കേണ്ട കാര്യമില്ല. എന്നാൽ കല്ലെറിയുകയും വാഹനം തകർക്കുകയും ചെയ്തവരെല്ലാം ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും നിയമം അവരെ തേടിയെത്തും. വെയിറ്റ് ആൻഡ് സീ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പോലീസിന്റെ ഈ നടപടിയെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി.